തൃശൂർ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള വിവാദം കേരള രാഷ്ട്രീയത്തിൽ പുതിയ തിരമാലകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബി.ജെ.പി. കൃത്രിമമായി വോട്ടർ ലിസ്റ്റിൽ പേരുകൾ ചേർത്തെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സമഗ്രമായ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടത്. മന്ത്രിയുടെ അഭിപ്രായത്തിൽ ഇത്തരം ആരോപണങ്ങൾ സാധാരണ രാഷ്ട്രീയ പരാമർശങ്ങളായി കാണാനാവില്ല, മറിച്ച് ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിനാൽ സത്യാവസ്ഥ തെളിയിക്കുന്ന വിധത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള അധികാരികൾ നടപടിയെടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. വി ശിവൻകുട്ടിയുടെ പരാമർശത്തിൽ ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന കൃത്രിമ വോട്ട് ചേർക്കലാണ് പ്രധാനമായും ചർച്ചയിലെത്തിയത്. LDF നേതാക്കളായ MA ബേബിയും K രാജനു മുമ്പ് ആരോപിച്ചതുപോലെ തൃശൂർ മണ്ഡലത്തിൽ ആയിരക്കണക്കിന് പേരെ തിരഞ്ഞെടുപ്പ് പട്ടികയിൽ അനധികൃതമായി ഉൾപ്പെടുത്തിയെന്നാണ് പറയുന്നത്. വ്യാജവിലാസങ്ങളും കുറഞ്ഞ കാലതാമസ തെളിവുകളും അടിസ്ഥാനമാക്കി വോട്ടർമാരെ ചേർത്തതിലൂടെ ബി.ജെ.പിക്ക് നേട്ടമുണ്ടാക്കിയെന്നാണ് അവകാശം. ഇതിനെതിരെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ശക്തമായ പ്രതികരണം പ്രകടിപ്പിച്ചു. നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് വോട്ടർമാരെ ചേർത്തതെന്നും ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും അവർ പറഞ്ഞു. ഈ രാഷ്ട്രീയ പോരാട്ടത്തിനിടയിൽ സുരേഷ് ഗോപിയുടെ തിരോധാനം എന്ന ആരോപണം വിവാദത്തിന് കൂടുതൽ നിറം നൽകി. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ നൽകിയ പരാതിയിലാണ് MPയെക്കുറിച്ചുള്ള ആശങ്ക ഉയർന്നത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇമെയിൽ മുഖേന നൽകിയ പരാതിയിൽ കേന്ദ്രമന്ത്രിയെ കഴിഞ്ഞ ഒരു മാസത്തിലേറെക്കാലമായി പൊതുവേദികളിലോ മണ്ഡലത്തിലോ കാണാനില്ലെന്നായിരുന്നു ആരോപണം. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹം പൊതുവേദികളിൽ നിന്ന് അകലുകയായിരുന്നെന്ന് പരാതിയിൽ പറയുന്നു.